ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ബർത്ത്ഡേ ഡ്രസ്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ യോക്ക് പാർട്ടിൽ വെക്കാനായിട്ട് വാങ്ങിയ തുണി എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ത്രെഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്ററിന് 230 അതിൻ്റെ വില. ഇതാണ് അടിഭാഗത്ത് നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു ഓർഗൻസ പോലത്തെ ഒരു മെറ്റീരിയൽ എന്നാൽ ഓർഗൻസേവല്ല, ആ ഒരു തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. അതിന് മീറ്ററിന് 65 രൂപയാണ്. പിന്നെ നമ്മൾ ലൈനിങ് ആയിട്ട് ക്രേപ്പ് ലൈനിങ്ങുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഒന്നുമല്ല, നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉള്ള തുണി വെച്ച് നമ്മൾ ഒട്ടും തുണി വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് നമ്മൾ ഫുള്ള് ചെയ്തേക്കുന്നത്. അപ്പോൾ അമ്പർല 3 മീറ്റർ ആണെങ്കിലും ക്രോസ് ആയിട്ട് കട്ട് ചെയ്താണ് നമ്മൾ സ്കേർട്ടിന് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് വെച്ചേക്കുന്നത്. അപ്പം മുകളിൽ കുറച്ച് പഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ തയ്ക്കുന്ന സ്ലീവിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പം വേണം തുണിക്ക്, അല്ലെങ്കിൽ കുറച്ച് അളവ് വേണം കുറച്ചും കൂടെ തുണിക്ക്. പിന്നെ നമ്മൾ കഴുത്തിനൊക്കെ നമ്മൾ ക്യാൻവാസ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം നെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങിൽ നേരിട്ട് കൊണ്ട് തേച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തുണി കട്ട് ചെയ്ത് അതിൽ തേച്ചെടുത്തതിന് ശേഷം ആ തുണി കൊണ്ടെയാണ് നമ്മുടെ കഴുത്തിൻ്റെ യോക്കിൻ്റെ ഭാഗത്ത് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ ഉടുപ്പിന് നമ്മൾ ഒരു 2 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ നമ്മളൊരു വള്ളിയും കൂടെ 2 സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാണിക്കുന്ന നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ടാണ്, നിങ്ങൾക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മളിത് ഏകദേശം ഒരു 3 മണിക്കൂർ അടുത്താണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പം തയ്യക്കാരുടെ കഷ്ടപ്പാടാണ്. ഇപ്പം നിങ്ങൾ കാണുമ്പോഴത്തേക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് കണ്ടു തീർക്കാം. പക്ഷെ കാണുന്നത്ര എളുപ്പമല്ല നമുക്ക് തയ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സ്ലീവിന് നമ്മൾ ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പം സ്ലീവിന് ലൈനിങ് വെക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് രണ്ടും കൂടെ ഒരുമിച്ച് അതിൻ്റെ പുറത്തു കൂടെ പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ പഫൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ ഒരു രീതി ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ പഫിന് കുട്ടി കുട്ടി പ്ലേറ്റ്സ് ഒക്കെയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുക്കുന്നില്ല, ജസ്റ്റ് മടക്കി അടിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ യോക്കിൻ്റെ പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് യോക്കിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രിൻസസ് കട്ട് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്രണ്ടിൽ നമ്മൾ ടക്കടിച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രിൻസസ് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഷേപ്പ് ഇല്ലെങ്കിൽ ഷേപ്പ് എന്നല്ല എളുപ്പം മാർഗ്ഗം നമ്മൾ ഫ്രണ്ടിൽ 2 ടക്കിട്ട് കൊടുക്കുന്നതാണ്. പ്രിൻസസ് കട്ട് പോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് യോക്ക് കിട്ടുന്നതാണ്. അപ്പം കുറേ പേർക്കെങ്കിലും പ്രിൻസസ് കട്ട് എത്ര തയ്ച്ചിട്ടും ശരിയാകുന്നില്ല എന്നൊക്കെ പരാതി കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു രീതിയിൽ നമ്മൾ ടക്കൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രോക്ക് കിട്ടുന്നതാണ്. പിന്നെ ഷോൾഡറൊക്കെ നമ്മൾ ഇൻവിസിബിൾ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാത്തത്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും എന്തിനാണ് ഇടുന്നതെന്ന് ഓർത്താണ് ജസ്റ്റ് നമ്മൾ തയ്ച്ചൊരു വീഡിയോ നിങ്ങളിലോട്ട് നമ്മളിത് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നെക്ക് എന്ന് പറയുന്നത് ഏകദേശം നമ്മളൊരു 3.5 ഇഞ്ച് വിരിവിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബാക്കിലുള്ള റൗണ്ട് നെക്കും ഫ്രണ്ടിൽ നമ്മൾ റൗണ്ടും അല്ല, ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് നൂല് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ഇൻ്റർലോക്കുമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫ്രണ്ടിലും ബാക്കിലും അതും നമ്മൾ അമ്പർല രീതി, അതായത് ക്രോസ് കട്ട് ചെയ്താണ് നമ്മൾ ലൈനിങ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ അത് പ്ലാസ്റ്റിക് നൂല് വെക്കുന്നില്ല, നമ്മൾ നോർമലി ഇൻ്റർലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്കേർട്ടിൻ്റെ പാർട്ടിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പ്ലാസ്റ്റിക് നൂല് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് ഇൻ്റർലോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നോർമൽ മെഷീനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ തയ്ക്കുന്നതും സാധാ മെഷീനെക്കാട്ടിലും സ്പീഡ് കൂടുതലാണ് ഈ ഒരു മെഷീനിൽ. അപ്പം നമുക്ക് സാധാ മെഷീൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മെഷീനിൽ വെച്ച് നമുക്ക് തയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയലാഭം കിട്ടും. പിന്നെ എൻ്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മോനുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ടൊക്കെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കും 3.5 മണിക്കൂറൊക്കെ എടുത്തെന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറെ ഒരു പണികളില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് അത്യാവശ്യം സ്പീഡുള്ളവർക്കൊക്കെ തയ്ച്ച് തീർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ പണിയുടെ ഇടയ്ക്കാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നൂല് പൊട്ടിപ്പോകുന്നു, അത് നമ്മൾ മാറിയിടുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആഴ്ച നമ്മളത് ഓയിൽ ചെയ്ത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ
തയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നൂല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്കേർട്ടൊക്കെ കൂട്ടിയടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും ഒരുപോലെ വെച്ചിട്ടല്ല സ്കേർട്ടിൻ്റെ ഭാഗം കൂട്ടിയടിക്കുന്നത്. സ്കേർട്ടിൻ്റെ നല്ല തുണി കൂട്ടിയടിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ ലൈനിങ് തുണി സെപ്പറേറ്റ് ആണ് കൂട്ടിയടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കേർട്ട് എന്ന് പറയുന്നത് നല്ല വിരിവി തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ ബൈ ബൈ.